أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് നമ്മുടെ മേൽ. അവൻ നമുക്ക് അവന്റെ അനുഗ്രഹം കൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുവാനുള്ള തൗഫീക്ക് നൽകുകയുണ്ടായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സത്യസന്ധനായ ദാസനെ വിശ്വസിക്കാനുള്ള തൗഫീക്ക് നൽകി. ആരെക്കുറിച്ചാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മഹ്ദി എന്ന വാക്കുകൾ നൽകിക്കൊണ്ട് ബഹുമാനം നൽകിയത്, സ്മരിച്ചത്, ഈ സ്നേഹത്തിന്റെ, ഈ സാമീപ്യത്തിന്റെ ഉന്നതമായ പ്രകടനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ഹദ്റത്ത് മഹ്ദി അലൈഹി ഇസ്ലാമിന് നൽകുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ലിറ്ററേച്ചറുകളിൽ ഇസ്ലാം ഉന്നതമായ മതമാണ് എന്നതിനെക്കുറിച്ച് വിവരിച്ചു പറഞ്ഞിരിക്കുന്നുവോ, അതോടൊപ്പം തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ ആക്ഷേപങ്ങൾ അവരുടെ മേൽ തിരിച്ചടിച്ചുകൊണ്ട് ഈ കാര്യം തെളിയിച്ചു കാണിക്കുകയുണ്ടായി. ഇന്ന് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്ന മതം, പാപങ്ങളിൽ നിന്ന് മോക്ഷം നൽകുന്ന മതം, അത് അങ്ങനെ ഒരു മതം ഉണ്ട് എങ്കിൽ നിശ്ചയമായും അങ്ങനെ ഒരു മതമുണ്ട്. തീർച്ചയായും അത് ഇസ്ലാം തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്വന്തക്കാരുടെ തർബീയത്തിനു വേണ്ടിയും അവിടുന്ന് അനേകം പ്രസംഗങ്ങളും ലിഖിതങ്ങളും സദസ്സുകളിലെ നിർദ്ദേശങ്ങളും അവിടുന്ന് നൽകിയിട്ടുണ്ട്. അത് ഓരോ ചുവടിലും നമുക്ക് മാർഗദർശനമാണ്, നമ്മുടെ ഹിദായത്തിനുള്ള സംവിധാനവുമാണ്. അവിടുന്ന് തന്നെ വിശ്വസിക്കുന്നവരോട് വളരെ വേദനയോടുകൂടി ബൈഅത്തിനോടുള്ള കടമകൾ നിർവഹിക്കുവാനും യഥാർത്ഥ മുഅ്മിൻ ആയിത്തീരുന്നതിനും പറയുകയുണ്ടായി. ആ നിർദ്ദേശങ്ങൾ അത് നാം സ്ഥിരമായി നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയമായിട്ടുള്ള ശിക്ഷണത്തിനുള്ള മാർഗം. ഈ ഒരു മാർഗമാണ്. ഇത് മുഖേന നമുക്ക് ദീനിന്റെ ഗ്രാഹ്യം കരസ്ഥമാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് ആ മാർഗം. അത് മുഖേന നമുക്ക് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗവും അന്വേഷിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് ആ മാർഗം. അത് മുഖേന നമുക്ക് വിശുദ്ധ ഖുർആന്റെ
രഹസ്യങ്ങളും ദിവ്യജ്ഞാനങ്ങളിലേക്കും എത്തിച്ചേരാൻ സാധിക്കും. ഇത് തന്നെയാണ് ആ മാർഗം. അത് മുഖേന നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് ആ മാർഗം. അത് മുഖേന നമുക്ക് വിശ്വാസപരമായ അവസ്ഥയെ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇത് തന്നെയാണ് ആ മാർഗം. അത് മുഖേന നമുക്ക് നമ്മുടെ കർമ്മപരമായ അവസ്ഥകൾ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇത് വളരെ വലിയ നിർഭാഗ്യ അവസ്ഥയായിരിക്കും. അഥവാ ഈ നിധിശേഖരം നമ്മുടെ പക്കൽ ഉണ്ടായിട്ടും നാം അതിൽ നിന്ന് പ്രയോജനമെടുക്കുന്നില്ല എങ്കിൽ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വന്തം വാക്കുകളിലുള്ള ശക്തിയും വിശുദ്ധീകരിക്കാനുള്ള ശക്തിയും അതിന്റെ സ്വാധീനം മറ്റാരുടെയും വാക്കുകളിൽ ഉണ്ടാകാൻ സാധ്യമല്ല. എന്തുകൊണ്ടങ്ങനെയല്ല? കാരണം അദ്ദേഹമാണ് ആ ഇമാം. ആരെയാണോ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിനും അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനും വേണ്ടി ഈ കാലഘട്ടത്തിൽ നിയോഗിച്ചയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്നിരിക്കുന്നു എന്ന് വാദിക്കുന്ന നമ്മുടെ നിർബന്ധ കടമയാണ് അങ്ങയുടെ വാക്കുകൾ നമ്മൾ വായിക്കുകയും കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നത്. തങ്ങളുടെ അവസ്ഥകളെ ആ നിലവാരത്തിലേക്ക് കൊണ്ടുവരിക. ഏതൊന്നാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങയുടെ ഏതാനും ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിന് പ്രവർത്തന രൂപരേഖയാണ്, ഒരു ലക്ഷ്യമാണ്. അത് നമ്മുടെ മുമ്പിൽ അവിടുന്ന് അവതരിപ്പിക്കുകയും വിവരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരഹ്മദിയുടെ നിലവാരം എന്തായിരിക്കണം? ഒരഹ്മദി എങ്ങനെയായിരിക്കണം? ഇന്നത്തെ ഈ ഭൗതിക ലോകത്തിൽ ഈ കാര്യത്തിന് പ്രാധാന്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ ചിലരുടെ മുൻഗണനകളും ഇപ്പോൾ ഭൗതികതയിലേക്ക് കൂടുതലായിരിക്കുന്ന ഈ അവസരത്തിൽ ദീനിന് അത്രത്തോളം പ്രാധാന്യം നൽകുന്നില്ല. വിശ്വാസപരമായി നാം അഹ്മദി മുസ്ലിങ്ങളാണെന്ന് സ്വയം പറയുന്നു. എന്നാൽ കർമ്മപരമായ ബലഹീനത നമ്മളിൽ വളരെ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ ഓരോരുത്തർക്കും പരിശോധിക്കാൻ സാധിക്കും നാം എവിടെയാണ് നിൽക്കുന്നത്, നാം എവിടെയാണ് ആകേണ്ടിയിരുന്നത്. എന്താണ് തഖ്വ? തഖ്വയുടെ നിലവാരം എന്തായിരിക്കണം? നന്മ എന്താണ്? നന്മയുടെ നിലവാരം എന്തായിരിക്കണം? നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യഥാർത്ഥത്തിലുള്ള തഖ്വ ഏതൊന്നു മുഖേനയാണോ അല്ലാഹു തൃപ്തിപ്പെടുന്നത് അത് സ്വായത്തമാക്കുന്നതിനു വേണ്ടി അല്ലാഹു കൂടെ കൂടെ പറഞ്ഞിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. അതായത് വിശ്വസിച്ചവരെ അല്ലാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കുക. മറ്റൊരു സ്ഥലത്ത് പ്രകാരം കൂടി പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അതായത് അല്ലാഹു തഖ്വ സ്വായത്തമാക്കുന്നവരുടെ സഹായത്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. മുഹ്സിനൂൻ എന്ന് പറയുന്നത് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ മാത്രമല്ല, മറിച്ച് അവർ അതോടൊപ്പം നന്മ ചെയ്യുന്നവർ കൂടിയാണ്. വീണ്ടും പറയുന്നു, ലില്ലദീന അഹ്സനുൽ ഹുസ്ന എന്ന് മാത്രമല്ല, അവർ നന്മയും വളരെ മനോഹരമായ നിലയിൽ ചെയ്യുന്നു. പറയുന്നു, എനിക്ക് ഈ വഹി പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. എനിക്ക് എണ്ണാൻ സാധിക്കാത്ത അത്ര തവണ ഉണ്ടായിട്ടുണ്ട്.
അവിടുന്ന് പറയുന്നു, അള്ളാഹുവിനറിയാം 2000 തവണയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ജമാഅത്തിൽ ചേർന്നിരിക്കുന്നു എന്നതിൽ മാത്രം ജമാഅത്ത് അംഗങ്ങൾ സന്തോഷിക്കാതിരിക്കുക എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അതുപോലെ കേവലം വരണ്ട ഭാവന ഈമാൻ കൊണ്ട് അള്ളാഹു തൃപ്തനാവുകയില്ല എന്നറിയുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ സാമീപ്യവും സഹായവും ലഭിക്കുക യഥാർത്ഥത്തിലുള്ള തഖ്വ ഉണ്ടാകുമ്പോഴും അതോടൊപ്പം നന്മ ചെയ്യുകയും ചെയ്യുമ്പോഴായിരിക്കും. പറയുന്നു, ഒരാൾ വ്യഭിചരിച്ചിട്ടില്ല, കൊല ചെയ്തിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല എന്ന കാര്യങ്ങളിൽ സന്തോഷിക്കുന്നത് അഭിമാനാർഹമായ ഒരു കാര്യമല്ല. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഒരു ശ്രേഷ്ഠതയാണോ? ഇത് ഒരു കാര്യമല്ല, ഇതിനൊരു പ്രാധാന്യവുമില്ല. നാം തിന്മകളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നത് പറയുന്നു. കാരണം അവർക്കറിയാം, അഥവാ മോഷ്ടിക്കുകയാണെങ്കിൽ നിയമമനുസരിച്ച് അവർ ജയിലിൽ അടക്കപ്പെടും, അവർക്ക് ശിക്ഷ ലഭിക്കും. പറയുന്നു, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് മാത്രമല്ല അള്ളാഹുവിന്റെ പക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇതല്ല ഇസ്ലാം. മറിച്ച് തിന്മയെ ഉപേക്ഷിച്ച് ഏതുവരെ നന്മ സ്വായത്തമാക്കുന്നില്ലയോ അതുവരെ ഒരാൾക്ക് ഈ ആത്മീയ ജീവിതത്തിൽ ജീവിക്കാൻ സാധ്യമല്ല. നന്മകൾ ആത്മീയ ഭക്ഷണമാണ്. ഏതുപോലെ ഭക്ഷണമില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ സാധ്യമല്ല, അതുപോലെ ഏതുവരെ നന്മ സ്വായത്തമാക്കുന്നില്ലയോ അയാൾ ഒന്നുമല്ല. തിന്മകൾ ഉപേക്ഷിക്കുക, നന്മ ചെയ്യുക, അപ്പോഴാണ് ആത്മീയ ജീവിതം ലഭിക്കുക. ചില തിന്മകൾ മനുഷ്യന്റെ ജീവിതത്തെ ഏതു വിധത്തിലാണ് ബാധിക്കുന്നത് അത് മനുഷ്യൻ ഒരുപക്ഷെ അറിയുക പോലും ഉണ്ടാവുകയില്ല. എന്നാൽ ഒരു സമയത്ത് ആ പാപങ്ങൾ നിമിത്തം അള്ളാഹുവിന്റെ പിടുത്തത്തിൽ അവർ അകപ്പെടുന്നു. ഇതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ചില തിന്മകൾ വളരെ വലുതായിരിക്കും. ഉദാഹരണമായി കളവ് പറയൽ, വ്യഭിചാരം, വഞ്ചന, കള്ളസാക്ഷ്യം, അവകാശധ്വംസനം, ബഹുദൈവാരാധന മുതലായവ. എന്നാൽ ചില തിന്മകൾ വളരെയധികം സൂക്ഷ്മമായിരിക്കും. ഏതുവരെ എന്നാൽ മനുഷ്യൻ അതിൽ അകപ്പെടുകയും അവൻ അത് മനസ്സിലാക്കാൻ പോലും സാധിക്കുകയില്ല. യുവാവിൽ നിന്ന് വൃദ്ധനായിത്തീരുന്നു, എന്നാൽ താൻ തിന്മ ചെയ്യുകയാണ് എന്ന അറിവുണ്ടാവുകയില്ല. പ്രായം കടന്നുപോകുന്നു, തിന്മകൾ ചെയ്യുന്നു, ചെറിയ ചെറിയ പാപങ്ങൾ അറിയുക പോലുമില്ല. ഉദാഹരണമായി അവിടുന്ന് ഉദാഹരണം നൽകുന്നു, പരദൂഷണം പറയുന്ന ശീലം, പരാതി പറയുന്ന ശീലം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നീരസം പ്രകടിപ്പിക്കുന്ന സ്വഭാവം. അയാൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്ന് പറയുക. അത്തരത്തിലുള്ള ആളുകൾ അതിനെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിനെ വളരെ വലുതായിട്ടാണ് പറയുന്നത്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, പരാതികൾ, പരിഭവങ്ങൾ, ഇത് പിന്നീട് പരദൂഷണമായി മാറുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇതിനെ വളരെ വലുതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്നു, അയുഹിബ്ബു അഹദക്കും അൻ യഅകുല ലഹമ അഖീഹി മൈത. അല്ലാഹു ഒരു സഹോദരൻ വിഡ്ഢിയും മൂഢനുമാണ് എന്ന് സ്ഥാപിക്കുന്ന കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തോട് രഹസ്യമായ നിലയിൽ അഭിമാനമില്ലായ്മയും ശത്രുതയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുക, ഇതെല്ലാം തിന്മകളാണ്. ഇത് വായിൽ കൊണ്ടുവരുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ഇത് കാരണം കോപിക്കുന്നു. കേവലം പറയുക മാത്രമല്ല, മറിച്ച് അത് മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കുകയുമാണെങ്കിൽ പരാതിയും പരിഭവവും ഉണ്ടാകുന്നു. പരസ്പരം ദുർഭാവന വെച്ചു പുലർത്തുന്നു, പരദൂഷണം പറയുന്നു. പിന്നീട് മനുഷ്യൻ ആ അവസ്ഥയിലെത്തുന്നു. അവിടെ നിന്ന് മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു തലത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു. ഒരു സഹോദരനെ കുറിച്ച് അത് മുഖേന അയാൾ വിഡ്ഢിയും
മൂഢനുമാണെന്ന് സ്ഥാപിക്കുന്ന കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തോട് രഹസ്യമായ നിലയിൽ അഭിമാനമില്ലായ്മയും ശത്രുതയും നൽകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ തിന്മയാണ്. അതുപോലെ തന്നെ ലുബ്ധ്, കോപം എന്നിവയും തിന്മയാണ്. അള്ളാഹുവിന്റെ കോപത്തിലകപ്പെടുക. അള്ളാഹുവിന്റെ ഈ കൽപ്പന അനുസരിച്ച് ആദ്യത്തെ ചുവട് എന്ന നിലയിൽ മനുഷ്യൻ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടേണ്ടതാണ്. എല്ലാ തിന്മകളിൽ നിന്നും, അത് കണ്ണിൽ നിന്നുള്ളതാണെങ്കിലും കാതിൽ നിന്നുള്ളതാണെങ്കിലും കാലിൽ നിന്നുള്ളതാണെങ്കിലും കൈകൾ കൊണ്ടുള്ളതാണെങ്കിലും രക്ഷപ്പെടുക. ഏതുവിധത്തിലുള്ള പാപങ്ങളാണെങ്കിലും, ഏതെങ്കിലും ഭാഗം കൊണ്ടുള്ള പാപം സംഭവിക്കുകയാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുക. കാരണം പറയുന്നു, വലാ തഖുഫ് മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുവാദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അതായത്, നിങ്ങൾക്കറിവില്ലാത്ത കാര്യത്തെ അനാവശ്യമായി അനുധാവനം ചെയ്യരുത്. കാരണം കണ്ണിനെയും ചെവിയെയും മറ്റെല്ലാ അവയവങ്ങളെക്കുറിച്ചും ചോദിക്കപ്പെടുന്നതായിരിക്കും. മരണത്തിനു ശേഷം മനുഷ്യൻ അള്ളാഹുവിന്റെ അടുത്ത് പോകുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടും. പറയുന്നു, ഒരുപാട് തിന്മകൾ കേവലം ദുർഭാവന കൊണ്ട് മാത്രമാണ് ജനിക്കുന്നത്. ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും കാര്യം ആരിൽ നിന്നെങ്കിലും കേട്ടു, ഉടനെ തന്നെ അത് വിശ്വസിച്ചു, ഒരു അന്വേഷണവുമില്ലാതെ. ഇത് വളരെ മോശമായ കാര്യമാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ വ്യക്തമായ അറിവില്ലാത്തത്, ദൃഢവിശ്വാസമില്ലാത്തത്, അതിന് ഹൃദയത്തിൽ ഒരിക്കലും സ്ഥാനം നൽകരുത്. ഇത് യഥാർത്ഥത്തിൽ ദുർഭാവനയെ ദൂരീകരിക്കുന്നതിനുള്ള മാർഗമാണ്. ഏതുവരെ വ്യക്തമായ കാര്യങ്ങൾ വീക്ഷിക്കുകയും ശരിയായ തീരുമാനമെടുക്കുകയും ചെയ്യുന്നില്ലയോ, അതുവരെ അത്തരം കാര്യങ്ങൾക്ക് ഹൃദയത്തിൽ സ്ഥാനം നൽകരുത്. ഇത് ദുർഭാവന അകറ്റാനുള്ള ഒരു അടിസ്ഥാന കാര്യമാണ്. ഇതെത്രമാത്രം സുദൃഢവും ഖണ്ഡിതവുമായ ഒരു കാര്യമാണ്. ഒരുപാട് മനുഷ്യരുണ്ട്, അവരെ നാവ് കാരണം പിടിക്കപ്പെടും. ഈ ദുർഭാവന ഇത് ദൂരീകരിക്കപ്പെട്ടാൽ നമ്മുടെ സമൂഹത്തിലെ പകുതിയോളം കുഴപ്പവും കലഹവും നീരസങ്ങളും ഇല്ലാതായിത്തീരും. ഐക്യം നിലനിൽക്കും, ഏകത്വം ഉണ്ടാകും. അവിടുന്ന് പറയുന്നു, ഈ ലോകത്തും നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ആളുകൾ കേവലം നാവ് കൊണ്ട് മാത്രം പിടിക്കപ്പെടുന്നു. അവർക്ക് ഒരുപാട് നഷ്ടവും ലജ്ജ അവസ്ഥയും ഉണ്ടാകുന്നു. ചില കാര്യങ്ങൾ പറയുന്നു, അത് സത്യമാകുന്നില്ല, സത്യം തെളിയിക്കാൻ സാധിക്കുന്നില്ല, പിന്നീട് ലജ്ജിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ട് ദുർഭാവന വെച്ചു പുലർത്താതിരിക്കുക എന്നത് നല്ലതാണ്. മറ്റുള്ളവരെ കുറിച്ച് നല്ലതായി ചിന്തിക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കേട്ടാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. മനുഷ്യൻ ബലഹീനനാണ്. ചില സമയത്ത് ഹൃദയത്തിൽ ചില ചിന്തകൾ വരുന്നു, എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ അള്ളാഹു മാപ്പാക്കി നൽകുന്നു. അള്ളാഹു കേവലം ചിന്താഗതികൾ വരുന്നത് കൊണ്ട് പിടിക്കുകയില്ല, മറിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ശിക്ഷ ലഭിക്കുന്നത്. ഈ കാര്യം വിവരിച്ചുകൊണ്ട് അള്ളാഹു ഏതുവിധത്തിലാണ് പിടിക്കുന്നത് അവിടുന്ന് പറയുന്നു, ഹൃദയത്തിലൂടെ കടന്നുപോകുന്ന ക്ഷണികമായ ചിന്തകൾക്ക് കണക്കെടുപ്പുണ്ടായിരിക്കുകയില്ല. ഉദാഹരണമായി, ആരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നുന്നു, ആ സമ്പത്ത് എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ഇത് ഒരു വിധത്തിലുള്ള ദുരാഗ്രഹമാണ്. എന്നിരുന്നാലും പ്രകൃതിപരമായി ഈ ചിന്താഗതി ഹൃദയത്തിൽ വരികയും അതുപോലെ കടന്നുപോവുകയും ചെയ്യുന്നുവെങ്കിൽ അതിന് ഒരു കണക്കെടുപ്പും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ അത്തരം ചിന്താഗതികൾക്ക് ഹൃദയത്തിൽ സ്ഥാനം നൽകുകയും പിന്നീട് ഏതെങ്കിലും തന്ത്രത്തിലൂടെ ആ ധനം എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ, തെറ്റായ രീതിയിൽ ധനം സമ്പാദിക്കണം വിചാരിക്കുമ്പോൾ, ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ, അഥവാ എനിക്ക് ടാക്സ് ഇത്രത്തോളം ഉണ്ട്, അതിൽ ഇത്ര കുറവ് വരുത്തിയാൽ എനിക്ക് ഇത്രത്തോളം ലാഭം ഉണ്ടാകും, ഈ ഇത്തരത്തിലുള്ള ചിന്ത വരുന്നത് ഒരു പ്രശ്നമല്ല. എന്നാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ, ടാക്സ് വഞ്ചന കാണിച്ചാൽ, രാജ്യത്തിന് നഷ്ടമുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ സത്യം പറഞ്ഞില്ല എങ്കിൽ, ചന്തകളിൽ വരുമാനം കുറച്ചെഴുതിയാൽ, അപ്പോൾ അള്ളാഹു പിടിക്കുന്നു. ഒരുപാട് അനുഭവങ്ങൾ അത്തരത്തിലുണ്ട്. ഒരുപാട് ആളുകളുടെ ഉദാഹരണമുണ്ട്. പിന്നീട് അവരുടെ വരുമാനം അതുപോലെ തന്നെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നു. ആ ഒരു നിലയിലേക്ക് എത്തുന്നു.
ഏതൊന്നിലാണോ അവരുടെ വരുമാനം വിവരിക്കുന്നത്, അള്ളാഹുവിനോടുള്ള സാമീപ്യത്തിലും അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കുന്നതിലും രാജ്യത്തോടുള്ള കടമ നിർവഹിക്കുന്നതിലും പറയുന്നു. അതിനുവേണ്ടി കുഴപ്പമുണ്ടാക്കുകയും വഞ്ചന കാണിക്കുകയും ചെയ്യുമ്പോൾ ഇത് കണക്കെടുക്കപ്പെടുന്നു, തിന്മയായി മാറുന്നു. കച്ചവടക്കാരായിട്ടുള്ള ഭൗതികരായിട്ടുള്ള ആളുകളുണ്ട്. അവരേതെങ്കിലും കാര്യങ്ങൾ നേടുന്നതിനു വേണ്ടി ഹൃദയത്തിൽ ചിന്ത വരികയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുകയും പരിപാടികൾ തയ്യാറാക്കുകയും സ്കീമുകൾ തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ പറയുന്നു, അപ്പോൾ ഇത് ഒരു കണക്കെടുപ്പുള്ളതായിട്ട് എഴുതപ്പെടുന്നു. ഇത്തരത്തിലുള്ള തിന്മകളെ വളരെ ലാഘവത്തോടുകൂടിയാണ് കാണുന്നത്. എന്നാൽ ഇതാകട്ടെ മനുഷ്യന്റെ നാശത്തിനുള്ള കാരണമാകുന്നു. വലിയ വലിയ തുറന്ന നിലയിലുള്ള തിന്മകളിൽ നിന്ന് അധികം ആളുകളും വിട്ടുനിൽക്കുന്നു. ഒരിക്കലും ഒരാളെയും വധിക്കാത്ത അനേകം ആളുകൾ ഉണ്ടായിരിക്കാം, കൊള്ള നടത്താത്തവരും ഉണ്ടായിരിക്കാം, മറ്റ് വലിയ വലിയ പാപങ്ങൾ ചെയ്യാത്തവരും ഉണ്ടായിരിക്കാം, കളവും മോഷണവും നടത്താത്തവരുണ്ടായിരിക്കാം. എന്നാൽ ചോദ്യം ഇതാണ്, പരദൂഷണം പറയാത്ത എത്ര പേരുണ്ട്? ഒരാളെക്കുറിച്ച് പരാതി പറയാത്ത, ദുർഭാവന വെച്ചു പുലർത്താത്ത, പരാതി പറയാത്ത എത്ര പേരുണ്ട്? തന്റെ സഹോദരനെ ഇകഴ്ത്തിക്കൊണ്ട് ദുഃഖമേൽപ്പിക്കാത്ത എത്ര പേരുണ്ട്? അല്ലെങ്കിൽ വികാരപരമായി ഒരാളെ ആക്രമിക്കാത്ത എത്ര പേരുണ്ട്? അല്ലെങ്കിൽ കളവ് പറയാത്ത എത്ര പേരുണ്ട്? കളവിന്റെയും പല തരത്തിലുള്ളതുണ്ട്. അള്ളാഹു മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഒരു വിശ്വാസിയോട് പറഞ്ഞിരിക്കുന്നത് ചെറിയ കളവ് പോലും പറയരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഓരോ കാര്യത്തിലും സത്യസന്ധത ഉണ്ടായിരിക്കണം എന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് ഹൃദയത്തിലുണ്ടാകുന്ന ചിന്താഗതികൾക്ക് സ്ഥിരത നൽകാത്ത എത്ര പേരുണ്ട്? ഇത്തരത്തിലുള്ള ആളുകൾ എത്ര പേരുണ്ട്? അവിടുന്ന് പറയുന്നു, ഞാൻ വളരെ ദൃഢവിശ്വാസത്തോടു കൂടി പറയുന്നു, അത്തരം ആളുകൾ വളരെ വിരളമായിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരും ഈ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും. കളവ് പറയാത്തവർ, ദുർഭാവന വെച്ചു പുലർത്താത്തവർ, ആ ചിന്താഗതി ഹൃദയത്തിൽ കൊണ്ടുവരാത്തവർ, അത്തരത്തിലുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ആരാണോ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, അള്ളാഹുവിനെ ഈ കാര്യത്തിൽ ഭയപ്പെടുന്നത്, ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹുവിനോടുള്ള ഭയം ഉള്ളതുകൊണ്ടാണ്. അതല്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവർ കളവ് പറയുന്നവരാണ്. എപ്പോഴും അവരുടെ സദസ്സുകളിൽ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണവും പരാതിയും പരിഭവവും ആയിരിക്കും. ബലഹീനരായ സഹോദരന്മാർക്ക് വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഓരോരുത്തരും തങ്ങളുടെ സദസ്സുകൾ പരിശോധിച്ചു നോക്കുക. അപ്പോൾ കാണാൻ സാധിക്കും, അവർ ഇരുന്നു കൊണ്ട് തങ്ങളുടെ സഹോദരങ്ങളെ പരിഹസിക്കുകയും അവരുടെ തിന്മകൾ പറയുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ വലിച്ചിഴക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. ഇത് മുഖേന പിന്നീട് നീരസങ്ങൾ ഉടലെടുക്കുന്നു. ഇതാണ് നന്മയുടെ നിലവാരം. ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. ഇതിൽ നിന്നാണ് ഒരു വിശ്വാസിയെ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും അവിടുന്ന് പറയുന്നു, അള്ളാഹു പറയുന്നത് ആദ്യത്തെ ചുവട് മനുഷ്യൻ തഖ്വ സ്വായത്തമാക്കുക എന്നതാണ്. പറയുന്നു, ഇപ്പോൾ എനിക്ക് തിന്മകളുടെ വിശദീകരണം നൽകാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ തുടക്കം മുതൽ അവസാനം വരെ കൽപ്പനകളും നിരോധിക്കപ്പെട്ട കാര്യങ്ങളും ദൈവിക കൽപ്പനകളുടെ വിശദീകരണങ്ങളുമുണ്ട്. എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല, ഇതിന്റെ വിശദീകരണം വിശുദ്ധ ഖുർആനിലുണ്ട്. ഒരു വിശ്വാസി വിശുദ്ധ ഖുർആൻ ഓതുകയും അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. വിവിധ കൽപ്പനകളുടെ അനേകം ശാഖകൾ വിവരിച്ചിട്ടുണ്ട്. ചുരുക്കി പറയാം, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ലോകത്ത് ഏകത്വം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ ഏതൊരാളാണോ തന്റെ സഹോദരന് ദുഃഖമേൽപ്പിക്കുന്നത്, അക്രമവും വഞ്ചനയും കാണിക്കുന്നത്, അയാൾ തൗഹീദിന് ശത്രുതയാണ്. ഇത് മുഖേന ഐക്യമുണ്ടാവുകയില്ല, സ്നേഹമുണ്ടാവുകയില്ല, സഹോദര്യമുണ്ടാവുകയില്ല. അയാൾ ഐക്യത്തിന്റെ ശത്രുവാണ്. ഏതുവരെ ഈ ദുഷിച്ച ചിന്താഗതി ഹൃദയത്തിൽ നിന്ന് തിരോഭവിക്കുന്നില്ലയോ അതുവരെ യഥാർത്ഥ തൗഹീദ് പ്രചരിക്കുന്നതല്ല. അതുകൊണ്ട് ഈ ചുവടിനെ ഏറ്റവും ആദ്യം വെച്ചിരിക്കുന്നു. ഒരു ജമാഅത്താകുന്നതിന് അനുഗ്രഹം ഇതാണ്, ഐക്യം ഉണ്ടാകും.
ഏകത്വം ഉണ്ടാകും. ഇതാണ് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ നിയോഗോദ്ദേശം. ഇതാണ് മഹ്ദി മഊദിന്റെ നിയോഗോദ്ദേശം. മുസ്ലിങ്ങളെ ഒരു കൈയിൽ ഒരുമിച്ച് കൂട്ടുക, ഒരു ഉമ്മത്താക്കി മാറ്റുക. വീണ്ടും അവിടുന്ന് പറയുന്നു, ഇതും പൊതുവിൽ കണ്ടിട്ടുണ്ട്. അധികം ആളുകളും ഒരു സദസ്സിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം സ്വാധീനിക്കപ്പെടുന്നു, അവര് നല്ലതായി മനസ്സിലാക്കുന്നു. എന്നാൽ നന്മ കേൾക്കുന്ന ഈ സദസ്സിൽ നിന്ന് ഏതുപോലെ ഖുത്ബ നൽകുന്നത് കേൾക്കുന്നു, ഹൃദയം സ്വാധീനിക്കപ്പെടുന്നു. ചിലരുടേത്, അധിക പേരുടേതും ഉണ്ടാകുന്നു. എനിക്ക് ആളുകൾ എഴുതുകയും ചെയ്യുന്നു, പറയുന്നു, എന്നാൽ ആ സദസ്സിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ തങ്ങളുടെ സഹോദരങ്ങളിലും തങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും അകപ്പെടുമ്പോൾ അതേ നിറം വീണ്ടും സ്വീകരിക്കുന്നു. തങ്ങൾ കേട്ട കാര്യങ്ങൾ ഉടനെ മറന്നുപോവുകയും ചെയ്യുന്നു. നന്മയുടെ കാര്യങ്ങൾ കേട്ടത് മറന്നുപോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൂടെ കൂടെ ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. നാം മറക്കുന്നതിന് മുമ്പ് വീണ്ടും നമുക്ക് ഓർമ്മയുണ്ടാകുന്നതിന് വേണ്ടി വീണ്ടും അവർ അവരുടെ പഴയ രീതി തന്നെ അവലംബിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. ഏതെല്ലാം സദസ്സുകളിലാണോ അത്തരത്തിലുള്ള കാര്യങ്ങളുള്ളത് അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ കാര്യവും ഓർത്തുവെക്കുക, ആ എല്ലാ തിന്മകളുടെ വശങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം. കാരണം ഒരു കാര്യത്തെ നേടണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയേണ്ടത് വളരെ പ്രഥമമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അത് നേടണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ആ വസ്തു എന്താണെന്നതിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. നല്ലതാണോ ചീത്തയാണോ, അതിന്റെ നല്ലതിനെക്കുറിച്ചും അതിന്റെ മോശമായ അവസ്ഥയെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം. അഥവാ മോശമാണ് എങ്കിൽ അതിനെ ഉപേക്ഷിക്കുന്നതിനും നല്ലതാണ് എങ്കിൽ അത് സ്വായത്തമാക്കുകയും ചെയ്യുന്നതിനു വേണ്ടി. ഏതുവരെ ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവില്ലയോ അതുവരെ അതെങ്ങനെ നേടാൻ സാധിക്കും? വിശുദ്ധ ഖുർആനിൽ കൂടെ കൂടെ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കൂടെ കൂടെ പാരായണം ചെയ്യുക. നിങ്ങൾ തെറ്റായ കാര്യങ്ങളുടെ വിശദവിവരം എഴുതി വെക്കേണ്ടതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും സഹായം കൊണ്ടും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് തഖ്വയുടെ ആദ്യത്തെ ചുവടാണ്. നിങ്ങൾ അത്തരത്തിലുള്ള പരിശ്രമം നടത്തുമ്പോൾ അള്ളാഹു പിന്നീട് നിങ്ങൾക്ക് തൗഫീക്ക് നൽകുന്നതായിരിക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്. നിങ്ങൾക്ക് ആ കർപ്പൂരപാനീയം നൽകും. അത് മുഖേന നിങ്ങളുടെ പാപം ചെയ്യേണ്ട ആ ശക്തി പൂർണ്ണമായും തണുത്തുപോകും. കർപ്പൂരത്തെക്കുറിച്ച് പറയുന്നു, അത് വികാരത്തെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, ആളുകൾ ഉപയോഗിക്കുന്നു, മരുന്നിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ ആത്മീയമായ രോഗത്തിനും അവിടുന്ന് ഈ ഉദാഹരണം നൽകിയിരിക്കുന്നു. ഇത്തരം തിന്മകൾ നിങ്ങൾ രക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് കർപ്പൂരപാനീയം ലഭിക്കും. അത് മുഖേന നിങ്ങളുടെ പാപം തണുത്തുപോകും. അതിനുശേഷം നന്മ മാത്രമേ സംഭവിക്കുകയുള്ളൂ. എന്നാൽ ഏതുവരെ മനുഷ്യൻ മുത്തക്കിയായിത്തീരുന്നില്ലയോ അതുവരെ ഈ പാനീയം അയാൾക്ക് കുടിപ്പിക്കപ്പെടുകയില്ല. ഇബാദത്തുകളിലും ദുആകളിലും സ്വീകാര്യതയുടെ വർണ്ണം പ്രകടമാവുകയില്ല. ഇബാദത്തും ദുആയും സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനായി അടിസ്ഥാനപരമായ കാര്യം ഇതാണ്: മനുഷ്യൻ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക, നന്മകൾ സ്വായത്തമാക്കുക. ഇതാണ് തഖ്വ. ദുആ സ്വീകരിക്കുന്നതിനുള്ള നിബന്ധനയാണിത്. കാരണം അള്ളാഹു പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നിശ്ചയമായും അള്ളാഹു മുത്തഖീങ്ങളുടെ ഇബാദത്താണ് സ്വീകരിക്കുക. ഇത് വളരെ സത്യമായ കാര്യമാണ്. മുത്തഖീങ്ങളുടെ നമസ്കാരവും നോമ്പുമാണ് സ്വീകരിക്കപ്പെടുക. ഈ ഇബാദത്തുകളുടെ സ്വീകാര്യത എന്താണ്, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, അത് വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, നമസ്കാരം സ്വീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം നമസ്കാരത്തിന്റെ സ്വാധീനവും അനുഗ്രഹങ്ങളും നമസ്കരിക്കുന്ന ആളിൽ ഉണ്ടായിത്തീരുക എന്നതാണ്. ഏതുവരെ ആ സ്വാധീനവും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നില്ലയോ അതുവരെ നമസ്കാരം കേവലം കുത്തിമറിയൽ മാത്രമാണ്. പറയുന്നു, ഈ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു,
ഇവിടെ വെച്ച് തന്നെ മറ്റൊരാളെക്കുറിച്ച് പരാതി പറയുകയും പരദൂഷണം പറയുകയും ചെയ്തു. ആ നമസ്കാരവും നോമ്പും കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? ആളുകൾ ചോദിക്കുന്നു, നമസ്കാരം സ്വീകരിച്ചോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ സാധിക്കും? അതിനുള്ള അടയാളം ഇതാണ്. ആ നമസ്കാരത്തിന് ശേഷം, ഇബാദത്തിന് ശേഷം നോക്കേണ്ടതാണ്, ചെറുതും വലുതുമായ തിന്മകൾ നമ്മളിൽ നിന്ന് ദൂരപ്പെടുന്നുണ്ടോ, അതിനോട് നമുക്ക് വെറുപ്പുണ്ടാകുന്നുണ്ടോ, നമ്മുടെ ഉള്ളിൽ നന്മ ചെയ്യുന്നതിന് ശ്രദ്ധ കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ, സത്യസന്ധതയിലേക്ക് നമ്മുടെ ചുവടുകൾ വർദ്ധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, പറയുന്നു ഇത് കേവലം കുത്തിമറിയൽ മാത്രമാണ്. അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ ഇത് കേവലം കുത്തിമറിയൽ മാത്രമാണ്. പറയുന്നു, ഈ പള്ളിയിൽ നമസ്കരിച്ചു, ഇവിടെ വെച്ച് തന്നെ ഒരാളെ കുറിച്ച് പരാതി പറഞ്ഞു, പരദൂഷണം പറയാൻ തുടങ്ങി, അമാനത്തിൽ വഞ്ചന കാണിച്ചു. സദസ്സുകൾക്ക് ഒരു അമാനത്തുണ്ട്. ഭാരവാഹികൾ പ്രത്യേകിച്ച് ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. തങ്ങളുടെ ജമാഅത്തിയായിട്ടുള്ള സദസ്സുകളിൽ, തങ്ങളുടെ വീടുകളിലോ അതല്ലെങ്കിൽ ആവശ്യമില്ലാതെ മറ്റൊരാളോടോ അത് പറയരുത്. ഈ കാര്യത്തിൽ ശക്തമായ കണിശത പാലിക്കേണ്ടതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഫിത്നകൾ ഉണ്ടാകുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അമാനത്തായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്നത് കൊണ്ടാണ്. ആരുടെയെങ്കിലും സ്ഥാനത്തെക്കുറിച്ച് അസൂയപ്പെടാൻ തുടങ്ങുന്നു, ആരുടെയെങ്കിലും അഭിമാനത്തെ ആക്രമിക്കുന്നു. പറയുന്നു, അത്തരത്തിലുള്ള തിന്മകളിലും ന്യൂനതകളിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമസ്കാരം അയാൾക്ക് എന്ത് പ്രയോജനമാണ് നൽകിയത്? ചില യുവാക്കളുണ്ട്, എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാൻ സാധിക്കുന്നു, എഴുതുകയും ചെയ്യുന്നു. ചില ഭാരവാഹികളുടെ അല്ലെങ്കിൽ തങ്ങളുടെ മുതിർന്നവരുടെ അത്തരത്തിലുള്ള പ്രവർത്തനം കണ്ടുകൊണ്ട് ആദ്യം ജമാഅത്തിൽ നിന്ന് വല്ല ദൂരപ്പെടുന്നു, പള്ളിയിൽ നിന്ന് ദൂരപ്പെടുന്നു, പിന്നീട് ഇബാദത്തിൽ നിന്ന് ദൂരപ്പെടുന്നു, പിന്നെ അള്ളാഹുവിൽ നിന്നും ദൂരപ്പെടുന്നു. പിന്നീട് അത്തരത്തിലുള്ള നമസ്കാരങ്ങൾ നമസ്കരിക്കുന്നവർക്ക് പ്രയോജനം എത്തിക്കുകയില്ല എന്ന് മാത്രമല്ല, ചിലർക്ക് അത് നഷ്ടത്തിനും കാരണമായി തീരുന്നു. അഥവാ അടുത്ത തലമുറയെ നമ്മൾ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം മുതിർന്നവർ, ഭാരവാഹികൾ തങ്ങളുടെ ഉള്ളിൽ തഖ്വ സ്വായത്തമാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്, തഖ്വ ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അവിടുന്ന് പറയുന്നു, ഒന്നാമത്തെ ഘട്ടം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയായി തീരാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് തഖ്വ എന്ന് പറയുന്നത്. മറ്റൊരു സ്ഥലത്ത്, മറ്റൊരവസരത്തിൽ അവിടുന്ന് പറയുന്നു, ഇതും ഓർത്തുകൊള്ളുക, തഖ്വ എന്ന് പറയുന്നത് വലിയ വലിയ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ പേരല്ല, മറിച്ച് അതിസൂക്ഷ്മമായ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ പേരാണ്. പരിഹാസത്തിന്റെയും അപഹാസത്തിന്റെ സദസ്സുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. ആളുകളെ പരിഹസിക്കുന്ന സദസ്സുകൾ, എവിടെയാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അപമാനിക്കുന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് അഭിമാനത്തെക്കുറിച്ച് ആക്രമിക്കുന്നത്, അഥവാ അവർ പറയുന്നതിനനുസരിച്ച് തലയാട്ടുന്നില്ല എങ്കിൽ പോലും അള്ളാഹുവിന്റെ സംബന്ധിച്ചിടത്തോളം അതും തെറ്റാണ്. അത്തരം സദസ്സുകളിൽ ഇരുന്ന് അത്തരം ആളുകളുടെ വാക്കുകൾ കേൾക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അതിൽ ആ സംസാരത്തിൽ ആൾ അകപ്പെടുന്നില്ല എങ്കിൽ പോലും അത്തരം വാക്കുകൾ, സംസാരം എന്തിന് കേൾക്കണം? ഇത് അവരുടെ ജോലിയാണ്. ആരുടെ ഹൃദയത്തിലാണോ രോഗമുള്ളത്, കാരണം അവരുടെ ഉള്ളിൽ ഈ രോഗമുള്ളത് കൊണ്ടാണ് അവർ അവിടെ പോയിരിക്കുന്നത്. അതല്ല എങ്കിൽ അവരവിടെ എന്തിനെ പോകണം? ഓർത്തുകൊള്ളുക, അത്തരം സംസാരങ്ങൾ കേൾക്കുന്ന ആളും ചെയ്യുന്നവരെ പോലെയാണ്. ആരാണോ നാവ് കൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുന്നത്, അവർ തീർച്ചയായും അള്ളാഹുവിന്റെ പിടുത്തത്തിന് കീഴിലാണ്. കാരണം അവർ തിന്മ ചെയ്തിരിക്കുന്നു. എന്നാൽ ആരാണോ നിശബ്ദമായി അത് കേൾക്കുന്നത്, അവർക്കും ഈ ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. അവർക്കും അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും. ഈ കാര്യം നല്ലപോലെ ഓർത്തുകൊള്ളുക. വിശുദ്ധ ഖുർആനെ കൂടെ കൂടെ ഓതിക്കൊണ്ട് ചിന്തിക്കുക. കാരണം ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇത് വളരെയധികം ഓർക്കേണ്ടതുണ്ട്. തെറ്റായ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിശബ്ദരായിരിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട്
ആ രസത്തിനു വേണ്ടി സംസാരം കേൾക്കുന്നവർ അവരും അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടതായിട്ട് വരും. പിന്നീട് ഈ കാര്യം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഒരു വിശ്വാസി ഈ കാര്യത്തിൽ മാത്രം സന്തോഷിക്കരുത്. ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് മറ്റ് മതത്തിലെ നല്ല ആളുകളും അവരിൽ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നതാണ്. അവരിലും കൂടുതൽ ആളുകളും ഈ തിന്മകൾ ചെയ്യുന്നവരല്ല. അവിടുന്ന് പറയുന്നു, ചില ആളുകൾ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മറ്റു സമൂഹങ്ങളിലുമുണ്ട്. അവർ ചില തിന്മകൾ ചെയ്യാറില്ല. ഉദാഹരണമായി, ചിലർ കളവ് പറയാറില്ല, ചിലരുടെ ധനം അനാവശ്യമായി അപഹരിച്ച് ഭക്ഷിക്കാറില്ല, കടം നൽകിയാൽ തിരിച്ചു നൽകും, സാമൂഹ്യമായ ഇടപാടുകളിൽ വളരെ ഉറച്ച നിലപാടുള്ളവരായിരിക്കും. എന്നാൽ അള്ളാഹു പറയുന്നു, ഈ ഒരു കാരണം കൊണ്ട് മാത്രം അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്, അതിനെതിരിൽ നന്മകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതുകൂടാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. ആരാണോ ഈ കാര്യത്തിൽ അഹങ്കരിക്കുന്നത്, ഞങ്ങൾ തിന്മ ചെയ്യുന്നില്ല എന്നതിൽ, അയാൾ വിഡ്ഢിയാണ്. ഇസ്ലാം മനുഷ്യനെ ആ പരിധി വരെ എത്തിച്ച് ഉപേക്ഷിക്കല്ല ചെയ്യുന്നു, മറിച്ച് രണ്ടു ഭാഗവും പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് തിന്മ പരിപൂർണമായ നിലയിൽ ഉപേക്ഷിക്കുകയും നന്മ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുകയും ചെയ്യുക. ഏതുവരെ ഈ രണ്ട് കാര്യം ചെയ്യുന്നില്ലയോ അതുവരെ മോക്ഷം സാധ്യമല്ല. വീണ്ടും അവിടുന്ന് പറയുന്നു, ഞാൻ വീണ്ടും ജമാഅത്തിനെ താക്കീത് ചെയ്യുന്നു, നിങ്ങൾ തഖ്വയിലും വിശുദ്ധിയിലും പുരോഗതി കൈവരിക്കുക, അപ്പോൾ അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. നിശ്ചയമായും അള്ളാഹു അവരോടൊപ്പമാണ് ആരാണോ തഖ്വ സ്വായത്തമാക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നത്. പറയുന്നു, നല്ലവണ്ണം ഓർത്തുകൊള്ളുക, തഖ്വ സ്വായത്തമാക്കുന്നില്ല എങ്കിൽ അള്ളാഹു ആഗ്രഹിക്കുന്ന നന്മയിൽ നിന്ന് ഭൂരിഭാഗം കരസ്ഥമാക്കുന്നില്ല എങ്കിൽ അള്ളാഹു ഏറ്റവും ആദ്യം നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഒരു സത്യത്തെ വിശ്വസിച്ചിരിക്കുന്നു, പിന്നീട് കർമ്മപരമായ നിലയിൽ അതിനെ നിഷേധിക്കുന്നവരായി മാറിയിരിക്കുന്നു. അതായത് കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചു, ഈ വാദം ഉന്നയിച്ചു, ഞങ്ങൾ മറ്റു മുസ്ലിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരാണ്, നന്മയിൽ ചരിക്കുന്നവരാണ്. എന്നാൽ കർമ്മപരമായി തഖ്വ ഇല്ല എങ്കിൽ അതിനെ നിഷേധിക്കുന്നവരായി മാറിയിരിക്കുന്നു. ഈ കാര്യത്തിൽ വിശ്വസിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു എന്നതിൽ ഏതുവരെ പൂർണ്ണമായ തഖ്വ സ്വായത്തമാക്കുന്നില്ലയോ നിങ്ങൾ രക്ഷപ്പെടുകയില്ല. അള്ളാഹുവിന് ആരുമായും കുടുംബബന്ധമില്ല, ഒരാൾക്കും അവൻ അമിത പരിഗണന നൽകുകയും ചെയ്യുകയില്ല. നമ്മുടെ എതിരാളികളായിട്ടുള്ള അവരും അവന്റെ സൃഷ്ടികൾ തന്നെയാണ്, നിങ്ങളും അവന്റെ സൃഷ്ടികളാണ്. എതിരാളികളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, നമ്മളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഏതുവരെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നാകുന്നില്ല അതുവരെ ഒന്നും പ്രയോജനം ചെയ്യുകയില്ല. കേവലം വിശ്വാസപരമായ കാര്യം പ്രയോജനപ്പെടുകയില്ല ഏതുവരെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നാകുന്നില്ലയോ. വിശ്വാസം എന്ന് പറയുന്ന മറ്റു മുസ്ലിങ്ങളുടെയും ഇത് തന്നെയാണ്. അള്ളാഹു ഏകനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീനാണ്, വിശുദ്ധ ഖുർആൻ അവസാനത്തെ ശരീഅത്ത് ഗ്രന്ഥമാണ്. ഇത് തന്നെയാണ് നമ്മുടെ വിശ്വാസം, അവരുടേതും. എന്നാൽ വാക്കിലും പ്രവൃത്തിയിലും ഭിന്നതയുണ്ട് എങ്കിൽ വിശ്വാസം ഒരു പ്രയോജനവും ചെയ്യുകയില്ല. യഥാർത്ഥ കാര്യം കർമ്മമാണ്, അതിന് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. ഇസ്ലാം വിശ്വസിക്കുക എന്നത് മതിയാവുകയില്ല, അഹമ്മദിയായി എന്നത് മതിയാവുകയില്ല. തങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് വാർത്തെടുക്കേണ്ടതാണ് അനിവാര്യമായിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങളായി തീരുക, ഇതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വീണ്ടും അവിടുന്ന് പറയുന്നു, അള്ളാഹു ആഗ്രഹിക്കുന്നു നിങ്ങൾ കർമ്മപരമായ സത്യത കാണിക്കുക, അതായത് കർമ്മപരമായ നിലയിൽ സത്യസന്ധത പ്രകടമാക്കുക. അവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതിനു വേണ്ടി കാരുണ്യം, ഉന്നത സ്വഭാവം, ഔദാര്യം, ഉന്നത സൽക്കർമ്മങ്ങൾ, അനുകമ്പ, വിനയം, എളിമ, ഇതിൽ എല്ലാം കുറവുണ്ടാക്കുകയാണ് എങ്കിൽ എനിക്കറിയാൻ സാധിക്കും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഏറ്റവും ആദ്യം അത്തരം ജമാഅത്ത് തന്നെ നശിപ്പിക്കപ്പെടും. പറയുന്നു, മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മത്ത് അള്ളാഹുവിന്റെ കൽപ്പനകളെ വിലമതിക്കാതിരുന്നപ്പോൾ മൂസ അവരുടെ ഉണ്ടായിരുന്നിട്ടും അവരെ ഇടിമിന്നൽ മുഖേന നശിപ്പിക്കുകയുണ്ടായി. പറയുന്നു, നിങ്ങൾ എന്നെ ബൈഅത്ത് ചെയ്ത് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ?
വീണ്ടും ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ച് ഉപദേശിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, സഹാബാക്കളുടെ ഉദാഹരണം നൽകിക്കൊണ്ട് ഈ അവസ്ഥ തങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതായത് ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുക, തഖ്വ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവിടുന്ന് പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹാബാക്കൾ കാണിച്ച മാതൃക എന്തായിരുന്നു? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ നൽകാൻ തയ്യാറാവുകയുണ്ടായി. ഈ അവസ്ഥ മനുഷ്യനിൽ ഉണ്ടായിത്തീരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ നൽകാൻ വേണ്ടി തയ്യാറാവുക. എന്നാൽ സഹാബാക്കളുടെ അവസ്ഥ പറഞ്ഞു തരുന്നു, അവർ ഈ നിർബന്ധ കടമ പൂർത്തിയാക്കി. അവരോട് കൽപ്പിക്കപ്പെട്ടു ഈ മാർഗത്തിൽ ജീവൻ നൽകുക. അപ്പോൾ പിന്നെ അവർ ഭൗതികതയിലേക്ക് തലകുനിച്ചില്ല. ഇത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുക. ഇപ്പോൾ ഞാൻ സഹാബാക്കളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അവരുടെ ജീവചരിത്രം വിവരിക്കുന്നു. അത്ഭുതകരമായ സംഭവങ്ങളാണ് വരുന്നത്. ഏതു വിധത്തിലുള്ള ത്യാഗം ചെയ്യുന്നവരായിരുന്നു, തങ്ങളിൽ നന്മ ഉണ്ടാക്കുന്നവരായിരുന്നു, തഖ്വയിൽ എത്രമാത്രം മുന്നോട്ടു പോകുന്നവരായിരുന്നു, ആ കാര്യങ്ങളുടെ നിലവാരം എന്തായിരുന്നു. അതുകൊണ്ട് ആണ് അവർ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട്, ആ മാതൃക നമ്മുടെ മുമ്പിൽ വരുന്നതിന് വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞു, എന്റെ ഈ സഹാബാക്കൾ അവര് നക്ഷത്രങ്ങളെ പോലാണ്. ആരുടെ പിന്നാലെ നിങ്ങൾ പോയാലും അവർ നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കും. അവർ നമുക്ക് ഉന്നതമായ ജീവിത മാതൃകയാണ്. അവിടുന്ന് പറയുന്നു, ഓർത്തുകൊള്ളുക, ആരാണോ ഭൗതികത ആഗ്രഹിക്കുകയും ഈ ജമാഅത്തിൽ ഉൾപ്പെടുകയും ചെയ്തിരിക്കുന്ന അവർ അള്ളാഹുവിന് മുമ്പിൽ ഈ ജമാഅത്തിൽ ഉൾപ്പെട്ടവരല്ല. അള്ളാഹുവിന്റെ പക്ഷം ഇവരാണ് ജമാഅത്തിൽ ഉൾപ്പെട്ടുള്ളത്, ആരാണോ ഭൗതികത ഉപേക്ഷിച്ചിരിക്കുന്നത്. അതിന്റെ വിശദീകരണവും നൽകുന്നു. അതുകൊണ്ട് ആരെങ്കിലും വിചാരിക്കരുത് ഞാൻ ഇങ്ങനെയാവുന്നത് കൊണ്ട് നശിച്ചു പോകുമെന്ന്. ഇത് അള്ളാഹുവിനെ തിരിച്ചറിയുന്ന മാർഗത്തിൽ നിന്ന് വിദൂരത്തിലാക്കുന്നതാണ്. ഭൗതികതയിലേക്ക് പോയില്ല എങ്കിൽ നശിച്ചു പോകും എന്ന് വിചാരിക്കരുത്. അള്ളാഹു ഒരിക്കലും തന്നെ അവന്റേതായിത്തീരുന്ന ആളെ പാഴാക്കിക്കളയുകയില്ല, മറിച്ച് സ്വയം അയാളുടെ കാര്യനിർവാഹകനായി മാറുന്നു. അള്ളാഹു കരീമാണ്. ആരാണോ അവന്റെ മാർഗത്തിൽ കുറച്ച് നഷ്ടപ്പെടുത്തുന്നത് അതെല്ലാം തന്നെ അവർക്ക് ലഭിക്കുന്നു. ഞാൻ സത്യമായും പറയുന്നു, അള്ളാഹു അവരെയാണ് സ്നേഹിക്കുന്നത്. അവരുടെ മക്കളാണ് അനുഗ്രഹീതരായിട്ടുള്ളവർ. ആരാണോ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിട്ടുള്ളത്. ഇതൊരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അള്ളാഹുവിന്റെ യഥാർത്ഥ രീതിയിൽ അനുസരിക്കുന്ന ആളുകൾ, അവരോ അവരുടെ മക്കളോ നശിച്ചു പോവുക എന്നുള്ളത്. ഭൗതികത അവരുടേതാണ് നശിക്കുന്ന. ആരാണോ അള്ളാഹുവിനെ ഉപേക്ഷിക്കുകയും ഭൗതികതയിലേക്ക് കുനിയുകയും ചെയ്യുന്നത്. ഇത് സത്യമല്ലേ? ഓരോ കാര്യത്തിന്റെയും കടിഞ്ഞാണ് അള്ളാഹുവിന്റെ പക്കലാണുള്ളത്. അവനെ കൂടാതെ ഒരു കേസിലും ജയിക്കാൻ സാധ്യമല്ല. ഒരു വിധത്തിലുള്ള വിജയവും ലഭിക്കുകയില്ല. ഒരു വിധത്തിലുള്ള എളുപ്പവും സന്തോഷവും ലഭിക്കുകയില്ല. പറയുന്നു, ധനം ലഭിക്കാം, പണമോ ധനമോ ഒരാരുടെയെങ്കിലും പക്കൽ വരാം. എന്നാൽ ആർക്കാണ് പറയാൻ സാധിക്കുക ആ ധനം, ആ പണം മരണത്തിന് ശേഷം ഭാര്യയ്ക്കും കുട്ടികൾക്കും പ്രയോജനപ്പെടും എന്ന്? അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു. അവരുടെ ധനം കൊള്ളയടിക്കപ്പെടുന്നു മരിച്ചതിനു ശേഷം. ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. തങ്ങളുടെ ഉള്ളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും അവിടുന്ന് പറയുന്നു, എപ്പോഴും അഹമ്മദികളെ ജമാഅത്തിനെ പ്രശംസിക്കുന്നത് അത് അള്ളാഹു തെറ്റുകളെ മറച്ചുവെക്കുന്നത് കൊണ്ടാണ്, അള്ളാഹു തിന്മകളെ മറച്ചുവെക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഒരു പരീക്ഷണമോ പരീക്ഷയോ വരുമ്പോൾ മനുഷ്യനെ അത് നഗ്നനാക്കി കാണിക്കുന്നു. അപ്പോൾ ഹൃദയത്തിലുള്ള ആ രോഗം അതിന്റെ മുഴുവൻ സ്വാധീനവും കാണിച്ചുകൊണ്ട് മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നു. ആ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം തന്റെ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ തഖ്വയുടെയും നന്മയുടെയും നിലവാരം ഇന്നത്തേക്കാൾ വളരെ ഉന്നതമായിരുന്നു. എന്നാൽ അങ്ങയുടെ ഹൃദയത്തിൽ അപ്പോഴും ഒരു വേദന ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ അവസ്ഥകൾ നോക്കിക്കൊണ്ട് സ്വയം നമുക്ക് പരിശോധിക്കാൻ സാധിക്കും നമ്മുടെ അവസ്ഥ എന്താണ് എന്ന്, നമ്മുടെ വാദം എന്താണ് എന്ന്, നമ്മുടെ നന്മയുടെ നിലവാരം എന്താണ് എന്ന്. വീണ്ടും ഈ കാര്യം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട്, അതായത് യഥാർത്ഥ മുഅ്മിൻ ആരാണ് അവിടുന്ന് പറയുന്നു, നല്ലവണ്ണം ഓർത്തുകൊള്ളുക, അള്ളാഹുവിന്റെ പക്കൽ അവരാണ് മുഅ്മിനും ബൈഅത്തിൽ പ്രവേശിച്ച ആളും ആരാണോ ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നത്. ഏതുപോലെ അവർ ബൈഅത്ത് ചെയ്യുമ്പോൾ പറയുന്നു, അഥവാ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകുകയാണ് എങ്കിൽ ഈ പ്രതിജ്ഞയെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റവാളിയാണ്. നല്ലവണ്ണം ഓർത്തുകൊള്ളുക, ഏതുവരെ മനുഷ്യന്റെ കർമ്മപരമായ അവസ്ഥ ശരിയായിത്തീരുന്നില്ലയോ,
നാവ് ഒന്നുമല്ല, അത് കേവലം അധരവ്യായാമം മാത്രമാണ്. യഥാർത്ഥ ഈമാൻ അതാണ് ഏതെന്നാണ് ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടുള്ളത്. അത് അതിന്റെ കർമ്മം കൊണ്ട് വർണ്ണ ശബളമാക്കി തീർക്കുന്നത്. യഥാർത്ഥ ഈമാൻ അബൂബക്കറിന്റെയും മറ്റ് സഹാബ റിസ്വാനുല്ലാഹി അലൈഹിം അജ്മഈന്റേതായിരുന്നു. കാരണം അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവനും ധനവും സമ്പത്തും ജീവൻ വരെ നൽകുകയുണ്ടായി. അതിനെ ഒന്നും വിലമെച്ചില്ല. പറയുന്നു, എനിക്ക് എപ്പോഴും ചിന്ത ഉണ്ടാകുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം ഹൃദയത്തിൽ രൂഢമൂലമാകുന്നു. ഏതു വിധത്തിലുള്ള അനുഗ്രഹീത സമൂഹമായിരുന്നു അവർ. അങ്ങയുടെ ശുദ്ധീകരിക്കാനുള്ള എത്ര ശക്തമായ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. ആ സമൂഹത്തെ ആ ഉന്നതമായ സ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുണ്ടായി. ഒന്ന് ചിന്തിച്ചു നോക്കുക, അവിടുന്ന് അവരെ എവിടെ നിന്ന് എവിടേക്കാണ് എത്തിച്ചത്. അവരുടെ പക്കൽ ഒരു സമയം അപ്രകാരം ഉണ്ടായിരുന്നു. എല്ലാ നിഷിദ്ധ കർമ്മങ്ങളും അവർക്ക്, അതായത് മാതാവിന്റെ പാൽ കുടിക്കുന്നത് പോലെ അവര് എല്ലാ തിന്മകളും ചെയ്യുന്നവരായിരുന്നു. കളവ്, മദ്യപാനം, വ്യഭിചാരം, തിന്മകൾ എല്ലാം അവരിൽ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ അവരിൽ ഇല്ലാത്ത എന്ത് തിന്മയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസത്തിന് അനുഗ്രഹവും ശിക്ഷണവും കൊണ്ട് അവരിൽ ആ സ്വാധീനമുണ്ടായി. ഈ പരിവർത്തനം അവരിൽ ഉണ്ടായി. സ്വയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അല്ലാ ഫി അസ്ഹാബി, അഥവാ മനുഷ്യന്റെ വസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് അവർ അള്ളാഹുവിന്റെ പ്രതിബിംബമായി മാറി. അവരുടെ അവസ്ഥ മലക്കുകളെ പോലെ ആയിത്തീർന്നു. യഫ്അലൂന മാ യുഅ്മറൂൻ, അതായത് എന്താണോ അവരോട് പറയുന്നത് അത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ എന്നതിന്റെ സാക്ഷ്യമായി അവർ മാറുകയുണ്ടായി. അതേ അവസ്ഥ സഹാബാക്കളുടേതായി മാറുകയുണ്ടായി. അവരുടെ ഹൃദയ ഉദ്ദേശവും ശാരീരിക ഇച്ഛയും പൂർണ്ണമായും ദൂരപ്പെടുകയുണ്ടായി. അവിടുന്ന് പറയുന്നു, ഏതൊരു ശാഖയുടെ ബന്ധമാണോ ബൈഅത്ത് ചെയ്തതിനു ശേഷം ഒരു അഹമ്മദി എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഏതു വിധത്തിലുള്ള സുദൃഢമായ ബന്ധമാണ് ഉണ്ടായിരിക്കേണ്ടത് ജമാഅത്തുമായിക്കൊണ്ട്. അതുപോലെ തന്നെ തന്റെ കാലഘട്ടത്തിൽ അവിടുന്ന് പറയുകയുണ്ട, അങ്ങയുമായിട്ട്, പിന്നീട് അങ്ങേക്ക് ശേഷം എനിക്ക് ശേഷം ഖിലാഫത്തിന്റെ പരമ്പര ആരംഭിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. ആ സ്ഥായിയായ പരമ്പര നിങ്ങളോടൊപ്പം ഉണ്ടാകും. അവിടുന്ന് പറയുന്നു, ഏതൊരു ശാഖയുടെ ബന്ധമാണോ അതിന്റെ താഴ്ത്തടിയുമായിട്ടില്ലാത്തത് അത് അവസാനം ഉണങ്ങി താഴെ വീഴും. ഏതൊരാൾക്കാണോ ജീവനുള്ള ഈമാനുള്ളത് അയാൾ ഭൗതികതയെ വിലവെക്കുകയില്ല. ഭൗതികതയെ എല്ലാവിധത്തിലും ലഭിക്കും. ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നവരാണ് അനുഗ്രഹീതർ. എന്നാൽ ആരാണോ ദുനിയാവിന് ദീനിനേക്കാൾ മുൻഗണന നൽകുന്നത് അവർ ഒരു മൃത ശരീരം പോലെയാണ്. അവർക്കൊരിക്കലും യഥാർത്ഥത്തിലുള്ള സഹായം ലഭിക്കുകയില്ല. ഈ ബയ്യത്ത് അപ്പോഴാണ് പ്രയോജനപ്പെടുക എപ്പോഴാണ് ദീനിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്, അതിൽ പുരോഗതി കൈവരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ബയ്യത്ത് എന്ന് പറയുന്നത് ഒരു വിത്താണ്, അതിന്ന് നൽകപ്പെട്ടിരിക്കുന്നു. അഥവാ ഒരു കൃഷിക്കാരൻ കേവലം വിത്ത് വിതച്ചു മതിയായതായി മനസ്സിലാക്കുകയാണെങ്കിൽ ആ വിത്ത് വിതച്ചതിന് ശേഷം ഫലം കരസ്ഥമാക്കുന്നതിന് വേണ്ടി നിർബന്ധ കടമകളൊന്നും ചെയ്യാതിരിക്കുകയാണ്, ഭൂമി ശരിയാക്കാതിരിക്കുകയും ജലസേചനം നടത്താതിരിക്കുകയും അവസരോചിതമായി വളം നൽകാതിരിക്കുകയും അതിന് സംരക്ഷണം ഒരുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കൃഷിക്കാരന് ഏതെങ്കിലും വിധത്തിലുള്ള ഫലം ഉപേക്ഷിക്കാൻ സാധിക്കുമോ? ഈ പ്രദേശവും കൃഷിയുടെ പ്രദേശമാണ്. ഇവിടെ വരുന്ന ഒരുപാട് ആളുകൾ ഈ റെഫ്യൂജി സ്റ്റാറ്റസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസൈലം ആയിക്കൊണ്ട് വന്നിട്ടുള്ളവർ, അവരും ഗ്രാമങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അവർക്കും അറിയാൻ സാധിക്കും, വിത്ത് വിതച്ചതിന് ശേഷം ശരിയായ രീതിയിൽ മേൽനോട്ടം വഹിച്ചില്ല എങ്കിൽ അതിന് ഫലം ലഭിക്കുകയില്ല. ഇവിടെ വരുന്നവർ, ഇവിടെ പുതുതായി വരുന്നവർ, അവരോട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുകൂടി പറയാം. അള്ളാഹു ഇവിടെ നിങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, ഇബാദത്തിനുള്ള കടമകൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, സ്വതന്ത്രമായ നിലയിൽ തങ്ങളുടെ മതം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ അഹമ്മദിക്കും ഇവിടെ നിർബന്ധമാണ്, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്നവർ, അവർ ദീനിന് ദുനിയാവിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിന് വേണ്ടി പരിപൂർണമായ നിലയിൽ പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അഥവാ വിത്ത് വിതച്ചതിനു ശേഷം ശരിയായ രീതിയിൽ പരിപാലിക്കുന്നില്ല എങ്കിൽ, അതായത് തോട്ടം അതല്ലെങ്കിൽ വിളവ്, അയാളുടെ വയൽ തീർച്ചയായും നശിച്ചു പോകും.
ആ വയൽ അവരുടേതുണ്ടാകാനാണോ പൂർണ്ണമായ രീതിയിൽ കൃഷിക്കാരനായിത്തീരുന്നത്. അതുകൊണ്ട് ഒരു വിധത്തിലുള്ള വിത്ത് വിതക്കൽ നിങ്ങളും ഇപ്പോൾ നടത്തിയിരിക്കുന്നു, ഇന്ന് ചെയ്തിരിക്കുന്നു. അങ്ങയുടെ മുമ്പിലുള്ള ആളുകളെയാണ് അവിടുന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ അതിന് അഭിസംബോധകരാണ്. നമ്മൾ അഹമ്മദിയത്ത് സ്വീകരിച്ചുകൊണ്ട് ഒരു വിത്ത് നട്ടിരിക്കുന്നു. അള്ളാഹുവിനറിയാം ആർക്ക് എന്താണുള്ളത് എന്ന്. എന്നാൽ അവരാണ് സൗഭാഗ്യവാന്മാർ ആരാണോ ഈ വിത്തിനെ സുരക്ഷിതമാക്കി വെക്കുകയും അതിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നത്. ഉദാഹരണമായി നമസ്കാരത്തിൽ ഒരു വിധത്തിലുള്ള പരിവർത്തനം ഉണ്ടാകേണ്ടതാണ്. നമസ്കാരത്തിലേക്ക് ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. നമ്മൾ പള്ളി ഉണ്ടാക്കി എന്നതിലല്ല. പള്ളി ഉണ്ടാക്കിയെങ്കിൽ അതിന്റെ കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. വീണ്ടും വളരെ വലിയ ഒരു അനിവാര്യമായ ഉപദേശം അവിടുന്ന് ജമാഅത്ത് നൽകുകയുണ്ടായി. അത് ഞാൻ സമർപ്പിക്കാം. അവിടുന്ന് പറയുന്നു, ഇന്നത്തെ കാലഘട്ടം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള ഷിർക്കും ബിദ്അത്തും മോശമായ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നു. ബൈഅത്തിന്റെ സമയത്ത് പ്രതിജ്ഞ ചെയ്യുന്നു, ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകും. ഈ പ്രതിജ്ഞ അള്ളാഹുവിന്റെ മുമ്പിലുള്ള പ്രതിജ്ഞയാണ്. ഈ മരണം വരെ ഇതിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. അതല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ബൈഅത്ത് ചെയ്തിട്ടില്ല. അഥവാ നിലനിന്നുവെങ്കിൽ അള്ളാഹു ഈ ദീനിലും ദുനിയാവിലും അനുഗ്രഹം നൽകും. ദീനിലും അനുഗ്രഹം നൽകും, ദുനിയാവിലും അനുഗ്രഹം നൽകും. അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ച് പരിപൂർണമായ തഖ്വ സ്വായത്തമാക്കുക. ഈ കാലഘട്ടം വളരെ സൂക്ഷ്മമാണ്. ദൈവീക കോപം പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ആരാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ച് തങ്ങളാക്കി തീർക്കുന്നത്, അവർ തങ്ങളുടെ ജീവനിലും കുടുംബത്തിലും മക്കളിലും കരുണ ചെയ്യുന്നവരാണ്. പറയുന്നു, നോക്കുക, മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു. ഏതുവരെ വയറു നിറയുന്നതിനു വേണ്ട ആവശ്യാനുസരണം ഭക്ഷണം കഴിക്കുന്നില്ലയോ അയാളുടെ വിശപ്പടങ്ങുകയില്ല. ദൈവകോപത്തെക്കുറിച്ച് നിങ്ങൾ നോക്കുക. അവിടുന്ന് പറയുന്നു, ദൈവകോപം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നു സ്ഥിരമായി ഈ എണ്ണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് എത്രത്തോളം ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റുകളും ആപത്തുകളും പ്രക്ഷോഭങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. അതും കഴിഞ്ഞ 100 വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇവിടെയും കൊടുങ്കാറ്റുകൾ വരുന്നു, മഴയും ഉണ്ടാകുന്നു. ഓരോ പ്രാവശ്യവും പറയുന്നു 500 വർഷത്തെ ഉദാഹരണമാണ്, ഇത്ര 100 വർഷത്തെ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇത്ര ദശകങ്ങളുടെ ഉദാഹരണമാണ്. ഇതെന്താണ്? നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇവർ ഈ ഭൗതികരായ ആളുകൾ മനസ്സിലാക്കുകയില്ല. എന്നാൽ നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ കോപത്തിന്റെ പ്രകടനമാണിത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ തുറന്ന നിലയിൽ ഇതിന് വാണിംഗ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ പരിഷ്കരണത്തിലേക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിനും ഇത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഈ ആപത്തുകൾ സാധാരണഗതിയിലുള്ള ആപത്തുകളല്ല. ഇതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ 100 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അള്ളാഹുവിലേക്ക് മനുഷ്യൻ വരിക. ഇപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എങ്കിൽ പിന്നീട് രക്ഷപ്പെടുക എന്നത് പ്രയാസകരമായി തീരും. ഇതുപോലെ തന്നെ മനുഷ്യൻ സ്വയം അവന് വേണ്ടി പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നു. യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, പരസ്പരം അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ അവസാന പരിണിത ഫലം ഇതായിരിക്കും, അക്രമം അള്ളാഹുവിന്റെ മുമ്പിൽ അതത് പാരമ്യതയിലെത്തുമ്പോൾ നമുക്ക് അത് പാരമ്യതയിലായി തോന്നുന്നു. എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ പാരമ്യതയിലെത്തുമ്പോൾ അള്ളാഹു വളരെയധികം അവധി നൽകുന്നവനാണ്. അങ്ങനെ അക്രമം അള്ളാഹുവിന്റെ മുമ്പിൽ പാരമ്യതയിലെത്തുമ്പോൾ ആ സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചു കളയുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ആരെക്കുറിച്ചാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കവിതാശകലത്തിൽ പറയുകയുണ്ടായി, അഗ്നിയാണ്, എല്ലായിടത്തും അഗ്നിയാണ്, അതിൽ നിന്ന് അവർ മാത്രം രക്ഷിക്കപ്പെടും ആരാണോ അത്ഭുതങ്ങളുടെ കേദാരമായ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിലേക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. തങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയും ലോകത്തെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മൾ വളരെയധികം പരിശ്രമിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതിനായി പൂർണമായ ശക്തികളും കഴിവുകളും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അള്ളാഹുവിനെ നമുക്ക് എങ്ങനെ സ്വായത്തമാക്കാൻ സാധിക്കും? അവിടുന്ന് പറയുന്നു, മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു, എന്നാൽ വിശപ്പ് അടങ്ങുന്നത്രത്തോളം ഭക്ഷണം കഴിക്കുന്നില്ലയോ അയാളുടെ വിശപ്പടങ്ങുകയില്ല. അഥവാ ഒരു കഷ്ണം റൊട്ടി കഴിക്കുകയാണ് എങ്കിൽ അത് മുഖേന വിശപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഒരു തുള്ളി വെള്ളം തന്റെ വായിൽ ഒഴിച്ചുകൊണ്ട് ദാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഒരു തുള്ളി വെള്ളം ഒഴിച്ചാലും എന്നിരുന്നാലും അയാൾ മരിച്ചുപോകും. അതുകൊണ്ട് ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി എത്രത്തോളം ഭക്ഷണത്തിന്റെ ആവശ്യമുണ്ടോ അത് അയാൾക്ക് അനിവാര്യമാണ്. ഭക്ഷണത്തിന്റെ ഒരു അളവുണ്ട്. അത്രത്തോളം ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ
അതേപോലെ ദാഹിച്ചാൽ എത്രത്തോളം അത് ആവശ്യമായ വെള്ളം കുടിക്കുന്നില്ലയോ അതുവരെ രക്ഷപ്പെടുകയില്ല. ഇതുപോലെയാണ് മനുഷ്യന്റെ ദീനിന്റെ അവസ്ഥയും. ഏതുപോലെ ദീൻ ആ അളവോളം ഉണ്ടാകുന്നില്ലയോ അയാൾ രക്ഷപ്പെടുകയില്ല. ദീൻ, തഖ്വ, അള്ളാഹുവിന്റെ കൽപ്പനകളുടെ അനുസരണം അത്രത്തോളം ചെയ്യേണ്ടതാണ്. ഇത്രത്തോളം റൊട്ടിയും ഭക്ഷണവും വെള്ളവും കുടിച്ചുകൊണ്ട് അയാളുടെ വിശപ്പും ദാഹവും അടങ്ങുന്നുവോ? നല്ലവണ്ണം ഓർത്തുകൊള്ളുക, അള്ളാഹുവിന്റെ ചില കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവന്റെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. ഒരു ഭാഗം ശൈത്താന്റേതും ഒരു ഭാഗം അള്ളാഹുവിന്റേതുമാണ് എങ്കിൽ അള്ളാഹു പങ്കാളിത്തം ഇഷ്ടപ്പെടുന്നില്ല. ഈ ജമാഅത്ത് അവൻ സ്ഥാപിച്ചിരിക്കുന്നത് അള്ളാഹുവിലേക്ക് മനുഷ്യൻ വരുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളതാണ്. അതൊരു തരത്തിലുള്ള മരണമാണ്. എന്നാൽ അവസാനം ജീവിതവും ഇതിലാണുള്ളത്. ആരാണോ തങ്ങളുടെ ഉള്ളിൽ നിന്ന് ശൈത്താനിക ഭാഗം വലിച്ചെറിയുന്നത് അവർ അനുഗ്രഹീതരാണ്. അയാളുടെ ഭവനവും ആത്മാവും നഗരവും എല്ലാം അയാളുടെ അനുഗ്രഹമെത്തുന്നു. എന്നാൽ അയാളുടെ പക്കൽ തന്നെ കുറച്ചു മാത്രമേ ഉള്ളൂ എങ്കിൽ ആ അനുഗ്രഹമെത്തുകയില്ല. ഏതുവരെ ബയ്യത്തിന്റെ പ്രതിജ്ഞ കർമ്മരൂപത്തിലില്ലയോ ബയ്യത്ത് ഒന്നും തന്നെയല്ല. ഏതുവരെ ഒരു മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ നാവ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും എന്നാൽ കർമ്മരൂപത്തിൽ ഒന്നും കാണിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ സന്തോഷിക്കുകയില്ല. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെയും കാര്യം. അവൻ അങ്ങേയറ്റം ആത്മാഭിമാനമുള്ളവരിൽ ആത്മാഭിമാനമുള്ളവനാണ്. ഒന്ന്, അവനെ നിങ്ങൾ അനുസരിക്കുകയും മറുഭാഗത്ത് അവന്റെ ശത്രുക്കളെയും അനുസരിക്കാൻ സാധ്യമാണോ? ഇതിന്റെ പേര് കാപട്യം എന്നുള്ളതാണ്. മനുഷ്യൻ ഈ ഘട്ടത്തിൽ സയ്യിദിനെയോ ബക്കറിനെയോ പരിഗണിക്കരുത്. മരിക്കുന്നത് വരെ ഇതിൽ നിലനിൽക്കേണ്ടതാണ്. അതായത് ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുക എന്നതിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. പറയുന്നു, തിന്മ രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, അള്ളാഹുവിന് പങ്കു ചേർക്കുക, അവന്റെ മഹത്വത്തെ മനസ്സിലാക്കാതിരിക്കുക, അവന്റെ ഇബാദത്തിലും അനുസരണത്തിലും അലസത കാണിക്കുക. രണ്ടാമത്തേത്, അവന്റെ സൃഷ്ടികളോട് അനുകമ്പ കാണിക്കാതിരിക്കുക, അവരോടുള്ള കടമകൾ നിർവഹിക്കാതിരിക്കുക. നിങ്ങൾ ഈ രണ്ടു വിധത്തിലുള്ള തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന ബൈഅത്തിന്റെ പ്രതിജ്ഞ അതിൽ അടിയുറച്ചു നിൽക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് പ്രയാസമേൽപ്പിക്കാതിരിക്കുക. വിശുദ്ധ ഖുർആൻ വളരെ ശ്രദ്ധയോടുകൂടി ഓതുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. എല്ലാവിധത്തിലുള്ള പരിഹാസങ്ങളിൽ നിന്നും നിരർത്ഥക കാര്യങ്ങളിൽ നിന്നും ശിർക്ക് പരമായ സദസ്സുകളിൽ നിന്നും രക്ഷപ്പെടുക. 5 നേര നമസ്കാരം നിലർത്തുക. ചുരുക്കത്തിൽ നിങ്ങൾ ലംഘിക്കുന്ന ഒരു ദൈവിക കൽപ്പനയും ഉണ്ടാകരുത്. ശരീരം ശുദ്ധമായി വെക്കുക. അതുപോലെ തന്നെ ഹൃദയത്തെയും എല്ലാവിധത്തിലുള്ള വിദ്വേഷവും വെറുപ്പും അസൂയയിൽ നിന്നും ശുദ്ധരായി നിൽക്കുക. ഈ കാര്യങ്ങളാണ് അള്ളാഹു നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മൾ ബൈഅത്തിന്റെ കടമകൾ നിറവേറ്റുന്നവരായി തീർന്നുകൊണ്ട് തങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധമായ പരിവർത്തനം ഉണ്ടാക്കുന്നവരായി തീർക്കുമാറാകട്ടെ. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കും എന്നുള്ള പ്രതിജ്ഞ പൂർത്തിയാക്കുന്നവരായി തീരട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ബയ്യത്തിന്റെ നിബന്ധനകളിലെ 10ാമത്തെ നിബന്ധനയായ എല്ലാ മഅറൂഫായ കാര്യങ്ങളിലും അങ്ങേ അനുസരിക്കും എന്നുള്ളത് അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അനുസരണത്തിന്റെ ആ ഉന്നത നിലവാരത്തിലെത്തുന്നവരായി നമ്മൾ മാറട്ടെ. അങ്ങനെ അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ അനുഗ്രഹങ്ങളുടെ അവകാശികളായി നമ്മൾ മാറുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون.
اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.